നമുക്ക് തൃശ്ശൂരോട്ടൊന്ന് പോകാം. തൃശ്ശൂരിൽ ഇന്നലെ ഒരു സംഭവം നടന്നു. വാടാനപ്പള്ളിയിലെ KC വേണുഗോപാലിൻ്റെ പേരിൽ ഒരു ഫ്ലെക്സ് വെച്ചു. ആരാ ഫ്ലെക്സ് വെച്ചത്? നമ്മൾ വിചാരിക്കും KC വേണുഗോപാൽ പറഞ്ഞിട്ട് വേറെ ആരെങ്കിലും പോയി ചെയ്തതാണെന്ന്. അല്ല, ഫ്ലെക്സ് വെച്ചത് ഒരു CPM നേതാവ് മുഹമ്മദ് അരവശ്ശേരി. ഈ മുഹമ്മദ് അരവശ്ശേരി ആ ഫ്ലെക്സ് അവിടെ കൊണ്ടുവയ്ക്കുന്ന ദൃശ്യങ്ങൾ നല്ല ബേഷായിട്ട് ക്യാമറയിൽ അങ്ങ് പതിഞ്ഞു. ഇങ്ങനെയൊക്കെയാണ് പലപ്പോഴും ഈ കുത്തിത്തിരിപ്പുകൾ ഉണ്ടാവുന്നത്, അല്ലേ? പാവം കോൺഗ്രസ്സുകാരെന്ത് പിഴച്ചു, പാവം KC വേണുഗോപാൽ എന്ത് പിഴച്ചു, അവിടെയുള്ള പ്രവർത്തകരെന്ത് പിഴച്ചു. CPMൻ്റെ നേതാവായ മുഹമ്മദ് അരവശ്ശേരിയുടെ കുത്തിത്തിരിപ്പ് പരിപാടിയാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മുഹമ്മദ് അരവശ്ശേരിയുടെ ശബ്ദ സന്ദേശം കോൺഗ്രസ് പുറത്തുവിട്ടു. ക്യാമറയുണ്ടെന്ന കാര്യം അറിഞ്ഞില്ല എന്നാണ് മുഹമ്മദ് പറയുന്നത്. ദേഷ്യമുള്ള കോൺഗ്രസിൽ വിപ്ലവം ഉണ്ടാക്കാനാണ് ചെയ്തതെന്നും വിശദീകരണമുണ്ട്. അടിപൊളി, നമുക്കൊന്ന് കേട്ടിട്ട് വരാം. നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആൾക്കാരെ ബോർഡാണ് വെച്ചിട്ടുള്ളത്. ഒരു വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ക്യാമറ അവിടെ ഉള്ള കാര്യം സത്യത്തിൽ എനിക്കറിയില്ല. കാരണം ഒരു ക്യാമറ ഉണ്ടായിരുന്നു, അത് കേടായി. ഇത് അറക്കൽ മൊബൈൽ ഷോപ്പിൽ നിന്നാണെന്ന് തോന്നുന്നുണ്ട് അവിടെ ക്യാമറ വന്നിട്ടുള്ളത്. ആദ്യം അവിടെ ക്യാമറ കംപ്ലൈന്റ് ആയിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. ആ ധൈര്യത്തിലാണ് അവിടെ സാധനം വെച്ചത്. ചുടാ, ഇങ്ങനെ മുഹമ്മദ് അരവശ്ശേരിയെ പറ്റിക്കാമോ? ക്യാമറ കേടാണെന്ന് പറഞ്ഞു, ആ വിശ്വാസത്തിലാണ് അവിടെ കൊണ്ട് പോസ്റ്റർ ഇത് വെച്ചത്. വല്ല കാര്യമുണ്ട്. എന്നിട്ട് നൽകുന്ന വിശദീകരണമേ, എൻ്റെ കാൽവാക്സ് മുത്തപ്പ, നിങ്ങൾ പൊറുക്കൂ മുഹമ്മദ് അരവശ്ശേരിയോട്. കോൺഗ്രസ് വോട്ടിൽ വിപ്ലവം നടത്താൻ വേണ്ടിയിട്ടാണ് KC വേണുഗോപാലിൻ്റെ പോസ്റ്റർ അടിച്ച് അവിടെ കൊണ്ട് വെച്ചതെന്നാണ് പറയുന്നത്. ഇതിനെ വിപ്ലവം എന്നല്ല പറയുക, പകരം നല്ല ഒന്നാന്തരം കുത്തിത്തിരിപ്പാണ് നടത്തിയത് എന്നാണ് പറയുക.